ഡൽഹി തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പുലിക്കുട്ടി പർവേഷ് വർമ്മ ഇദ്ദേഹം ഒരു ജാട്ട് സമുദായക്കാരനാണ്. ഡൽഹിയിൽ നമുക്കറിയാം ജാട്ട് സമുദായം എന്ന് പറയുന്നത് ഒരു പ്രബല സമുദായമാണ്. 10 സീറ്റുകൾ ഡൽഹിയിൽ ജാട്ട് സമുദായം നിർണ്ണയിക്കുന്നു. അതായത് ആര് ജയിക്കണമെന്ന് അവർ നിർണ്ണയിക്കുന്നു. നേരത്തെ ഡൽഹിയുടെ പവർ പൊളിറ്റിക്സിൽ ജാട്ട് സമുദായത്തിനുള്ള അത്രയും സ്വാധീനം മറ്റൊരു സമുദായത്തിനും ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അർബനൈസേഷൻ വന്നതോടുകൂടി ജാട്ട് സമുദായം റൂറൽ ആയിട്ടുള്ള വില്ലേജുകളിൽ, അതായത് ഗ്രാമങ്ങളിലേക്ക് കുടിയേറി അങ്ങോട്ടേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഈ ജാട്ട് സമുദായത്തിനെ 10 സീറ്റുകൾ ഇവർ സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് പല രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും കാണുന്നത്. എന്നാൽ ഇത്തവണ BJPയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈ ജാട്ട് സമുദായത്തിൽപ്പെട്ട ഒരാളെ, പർവേഷ് വർമ്മയെ, അദ്ദേഹം നേരത്തെയുള്ള മുൻ മുഖ്യമന്ത്രിയുടെ മകനായിരുന്നു, ആ പർവേഷ് വർമ്മയെ ഇപ്പോൾ ഇവിടെ നിർത്തുക എന്നുള്ളതാണ്. അരവിന്ദ് കെജ്രിവാളിനെതിരെ നിർത്തി മത്സരിപ്പിക്കുക എന്നുള്ളതായിരുന്നു BJPയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത്. അങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെതിരെ പർവേഷ് വർമ്മയെ നിർത്തി അരവിന്ദ് കെജ്രിവാൾ പർവേഷ് വർമ്മയ്ക്ക് മുന്നിൽ തോറ്റിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും നമ്മൾ കണ്ടതാണ്. പർവേഷ് വർമ്മ ഒരു ജാട്ട് സമുദായക്കാരനാണ്. ന്യൂഡൽഹിയിലാണ് അദ്ദേഹം നിന്നത്. എന്തായിരുന്നാലും ന്യൂഡൽഹിയിൽ നിന്ന് ജയിക്കുന്നവർ മുഖ്യമന്ത്രിയാകും എന്ന ഡൽഹിയുടെ പരമ്പരാഗതമായിട്ടുള്ള കീഴ്വഴക്കത്തെ അനുസരിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നാൽ അമിത്ഷായെ പർവേഷ് വർമ്മ കണ്ടു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഫലങ്ങൾ ഞെട്ടിക്കുന്നതാണെങ്കിലും അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ആ പരാജയപ്പെടുത്തിയ ആൾക്ക് എന്താണ് കൊടുക്കാൻ പോകുന്നത് BJP എന്നുള്ളതിന് ഒരു വലിയൊരു ചോദ്യമാണ്. ഡൽഹി മുഖ്യമന്ത്രി മുൻ കെജ്രിവാൾ പർവേഷ് വർമ്മയ്ക്ക് മുമ്പിൽ പരാജയപ്പെട്ടപ്പോൾ പർവേഷ് വർമ്മ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് താൻ അത് നിഷേധിക്കുന്നു എന്നാണ് ഇതുവരെ ഉള്ള വൃത്തങ്ങളെല്ലാം, അദ്ദേഹത്തിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള വൃത്തങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതായത് പർവേഷ് വർമ്മ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹമില്ല എന്ന് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ന്യൂഡൽഹി സീറ്റിൽ നിന്ന് വിജയിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാകുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധേയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സീറ്റിൽ നിന്ന് വിജയിച്ച ശേഷം 2013, 15, 20 വർഷങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. 2013 ന്യൂഡൽഹിയിൽ നിന്ന് ഷീലാ ദീക്ഷിത്തിനെ പരാജയപ്പെടുത്തി ഷീലാ ദീക്ഷിത് ഒരിക്കൽ ഈ സീറ്റിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ മുമ്പ് 2 തവണ ഗോൾഡ് മാർക്കറ്റ് സീറ്റിൽ വിജയിച്ചിരുന്നു. 2007 ഗോൾഡ് മാർക്കറ്റ് സീറ്റ് വേർതിരിച്ച് ന്യൂഡൽഹി എന്ന് പുനർനാമകരണം ചെയ്തിരുന്നതാണ്. എന്തായാലും പർവേഷ് വർമ്മ ഇപ്പോൾ അമിത്ഷായെ കണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാനെത്തി. മുഖ്യമന്ത്രിയുടെ മുഖത്തെക്കുറിച്ച് ഒരു ചർച്ച നടന്നതായി കരുതപ്പെടുന്നു എന്നാണ് നമുക്കിപ്പോൾ തരാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പർവേഷ് വർമ്മ പണം വിതരണം ചെയ്തുവെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ ഇതിൽ നടപടിയെടുക്കാനുള്ള നീക്കം നടത്തി. അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ആരോപണം പൊള്ളയാണോ എന്ന് അന്വേഷിക്കാൻ അപ്പോൾ തന്നെ ഉത്തരവിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടോ എന്നാണ് അരവിന്ദ് കെജ്രിവാളിനോട് ചോദിച്ചത്. എന്തായാലും കെജ്രിവാളിനെതിരെ വിമർശിച്ചതിന് ശേഷം പർവേഷ് വർമ്മ തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയാണ് എഴുതിയത്: ജയ് ശ്രീറാം, ഇന്ന് രൂപീകരിക്കാൻ പോകുന്ന സർക്കാർ പ്രധാനമന്ത്രിയുടെ ദർശനത്തോടെ ഡൽഹിയിൽ ചേരും എന്നാണ് ഇപ്പോൾ പർവേഷ് വർമ്മ പറഞ്ഞിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. എന്നാൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി ആര് വരണം എന്നുള്ള ചോദ്യത്തിന് BJPയുടെ മനസ്സിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ആയിരിക്കും എന്നാണ് പല അടുത്ത വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. ഒരു വനിത മുഖ്യമന്ത്രിയായി ഡൽഹിയുടേത് വരും. കാരണം BJPയുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് നടക്കാൻ പോകുന്നത്. അത് ആരായിരിക്കും വരികയാണെങ്കിൽ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒരു സ്ഥലത്ത് പർവേഷ് വർമ്മ മുഖ്യമന്ത്രിയാകുമോ, അല്ലെങ്കിൽ ഒരു പുതിയ മുഖം വനിതാ മുഖ്യമന്ത്രിയായി എത്തുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.